നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പോട്ടിൽ നിർത്തിയിരിക്കുക. ഇതാണ് കട. വിശക്കുണ്ടോ? നിങ്ങൾക്ക് വിശക്കുണ്ടോ? യെസ്. രാവിലെ ആകെ ഒരു ചായയും ഒരു ഉള്ളിവട കഴിച്ചു. ഇത് ജയൻ്റെ സ്പെഷ്യൽ മിസൈൽ. ടേസ്റ്റ് നോക്കിയിട്ട് പറ. നിന്നെ കണ്ടപ്പോൾ പുറത്ത് വെക്കുന്ന നടപ്പോൾ ഇഷ്ടപ്പെട്ട ഇതെന്താണ്? ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ട് ഏതാണ്? വജ്റായിലേക്കാണ് പോകുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? അവിടെ നിന്ന് 100-140 കിലോമീറ്റർ ഉണ്ട്. 2.5 മണിക്കൂറാണ് ഉള്ളൂ. ഹൈവേ തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഹൈവേ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയ പോലെ ഉള്ളിലേക്ക് ഗ്രാമങ്ങളായിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കടയത്തെ ആൾ വലിയ സുഖമൊന്നുമില്ല. ഇന്നലെ പോയത് പോലെ ഒന്നല്ല. ടിഷ്യൂ ചോദിച്ചപ്പോൾ തന്നെ ആദ്യം ഫുഡ് ഓർഡർ ചെയ്യും, അതേപോലെ കാപ്പി പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം ഫുഡ് കഴിക്കുക. ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല. നമ്മളെല്ലാവരുടെയും ഒരേപോലത്തെ ഒരേ ആൾക്കാരെ കാണുന്നുണ്ടാവില്ലല്ലോ. ഡിഫറെൻറ്റ് പീപ്പിൾസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി പോവാം. റോഡിൽ കൂടെ പോകുമ്പോഴാണ് വഴി കണ്ടത്. വഴി കണ്ടപ്പോൾ ഓഫ് റോഡ് അടിക്കണം എന്നുള്ള മൈൻഡായി. മിക്കവാറും അവിടെ പൂന്താള പരിപാടിയാണ്. പൂന്തിയില്ല. ഇതൊക്കെ എന്ത്? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടുപേര് താഴത്തിരിക്കുകയാണ്. എന്ത് പറയുന്നു ഗായ്സ്? ചളി പോയി വീഴാണ്ട് ഇവിടെ വന്ന അവസാനം വീണു. എന്തായാലും താഴ്ത്തി. നീ എന്തായാലും സമയമുണ്ട് ചായ. നിനക്കും വീഴാനുള്ള സമയമൊക്കെ ഉണ്ട്. അവിടെ വരെ എത്തണമല്ലോ. ഉണ്ടോ ഞാൻ വീഡിയോ എടുക്കാം. കേറിക്കോ, കയറാ. സെൻറ്ററിൽ കയറാ. പൊക്കോ. ലെഫ്റ്റിൽ കൂടെ പോടാ. ലെഫ്റ്റിൽ കൂടെ പോയാൽ മതി. ഉള്ളിൽ കൂടെ പോയാൽ അറിയില്ലടാ. ലെഫ്റ്റിലെ ചളിയുള്ളൂ. ആ വഴി കാര്യമില്ല. വഴി കാര്യം ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ സ്റ്റോപ്പ് എടുത്തി. മഹാബലേശ്വർ ഓൺ ദ വേ ടു മഹാബലേശ്വറാണ്. കുറച്ച് ചിക്സിനെ കണ്ടപ്പോൾ നിർത്തിയതാണ്. ചിക്സിനെ കണ്ടപ്പോൾ നിർത്തിയതാണെന്നും പറയാം, വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയതാണെന്നും പറയാം. ഞാൻ വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് നിർത്താൻ പറഞ്ഞത്. പക്ഷേ പക്ഷെ ഇവൻ ചിക്സിനെ കണ്ടാണ് വണ്ടി നിർത്തിയെന്നാണ് പറയണത്. എന്താ ജയ, പാവം ഒരു കുട്ടി ഇതൊക്കെ കണ്ട് കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. ഇതാണ് ജോയിത്ത് പറഞ്ഞ ചിക്സ്. വണ്ടിയൊക്കെ അങ്ങനെ ചളിയായി അവിടെ ഇറക്കിയിട്ട്. ഓ എന്താണിത്? കാർന്ന് വന്നതാ കേട്ടോ. ഒന്ന് കറങ്ങിറങ്ങിയതാ. അപ്പഴാ പോക്കര്. വിടടാനെ. നേരത്തെ ഒരു ലാബിനെ കണ്ടായിരുന്നു. മഹാബലേശ്വർ ടൗൺ നമ്മുടെ മൂന്നാർ പോലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. നല്ല ഓടല്ലേ. നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്.
ഞങ്ങൾ ചായ കുടിക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ കഴിക്കുന്നത്? എനിക്കൊരു മാഗി പറഞ്ഞു. ആ സാറേ എക്സ്ട്രാ മസാലയ്ക്ക് എത്രയാ? നോർമലോ? നോർമൽ 50, 60. ആ കുതിര ഓടിക്കണോ? കുതിര ഓടിക്കണോ? അതെന്താ ഓടിക്കാണ്ട്? ഒന്ന് ഓടിക്കടാ. ഇതിലൂടെ എന്താണ് എല്ലാരും ചിരിക്കുന്നത് വെച്ചാൽ ഇതെങ്ങനെ ഇവിടുത്തെ കുറെ സ്കൂൾ ബസ് പോയപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഈ ബൈക്കൊക്കെ നിൽക്കുന്നുണ്ടിട്ട് അവര് പിള്ളേരൊക്കെ റൈഡർ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പൊക്കി ചാറ്റ കളിച്ചു. എന്താ സാൻഡിക്ക് അഭിമാനമായിട്ട് സാൻഡി അഭിമാനം കൊണ്ടു. ഇവരും നല്ല വൈബാണ്. പിന്നെ നമ്മുടെ അടുത്ത് ഇവിടെ ടൗണിൽ തന്നെ ഒരു ഇവിടെയൊക്കെ നല്ല ചില സ്ഥലത്ത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്. കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കയറി കട പോലെയല്ല. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയണം, ഇവിടെ ഒരു മാർക്കറ്റിലൊരു ഫുഡ് കഴിക്കുന്നൊരു കടയുണ്ട്, ബേക്കറി ഉണ്ട് മലയാളീസിൻ്റെ. അവിടെ നല്ല തിരക്കാണ്. ഇവരുടെ നിങ്ങളുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ്. അവർ നമ്മൾ സംസാരിക്കാൻ കേട്ടപ്പോൾ കേരളക്കാരനാണോ എന്നൊക്കെ ചോദിച്ചവർ. അടിപൊളിയാണ് കേട്ടോ അവർ. നല്ല ചായ. നമ്മൾ തൊട്ടുമുമ്പ് ഇവിടെ വെച്ചിട്ടൊരു മലയാളി ചേച്ചീനെ കണ്ടായിരുന്നു, സ്പീച്ച് തെറാപ്പിസ്റ്റ് ചൈതന്യ. നമ്മൾ ആദ്യം തോന്നി മലയാളിയാണോന്ന്, പക്ഷേ നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ MH ആയിരുന്നു. അയ്യോ അത് പക്ഷേ വ്ളോഗിൽ കിട്ടിയില്ല. പിന്നെ നമ്മൾ സംസാരിച്ചു മലയാളിയാണ് പറഞ്ഞിട്ട്. കൊളീഗ്സുമായിട്ട് വന്നാണ്. ആൾ പോയി, കാറിൽ പോയി. നമ്മളിനി എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ മീറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ ഭയ്യ. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ട്. ഇവിടെ എല്ലാവരും ടിക്കറ്റാണ് ഗൈസ്. ഗൈസ് തിരക്ക് കാരണം ഞങ്ങളത് വ്യൂ പോയിന്റ് കാണാതെ തിരിച്ചു പോവാ. ഐസിൻ്റെ ഇതില്ല, നല്ലോണം ഇതാക്കിയിട്ടായിരിക്കും. നല്ല കോടയുടെ അവിടെ ഗൈസ്, ഞങ്ങൾ ടപ്പോള പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒരു കാറുകാരൻ പറഞ്ഞു അവിടെ കല്ല് വീണ് ലാൻഡ് സ്ലൈഡ് ആയിട്ട് അതുകൊണ്ട് പോകാൻ പറ്റില്ല. പത്തർ വീണ് ഞങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതാണാ നടു പൊളിഞ്ഞടാ, പറ്റൂല. റോഡ് ഒന്നുമില്ല അവിടെ മൊത്തം പൊളിഞ്ഞിക്കുക. ഇത് കാണിച്ചരാ. വണ്ടി എടുത്ത് എവിടെ നോക്കിയോ? മൊത്തം പൊളിഞ്ഞിക്കടാ. സംഭവം ഇത് ഇവർ കടക്കാണ്ടിരിക്കാൻ, മീൻസ് ആൾക്കാർ പോകാണ്ടിരിക്കാൻ വേണ്ടി കട്ട് ചെയ്തായിരിക്കും. ബൈക്ക് പോവില്ല. മൊത്തം പിടിച്ചു മാറ്റി സൈഡിൽ തന്നെ റോഡുള്ളതല്ല വൃത്തിയാക്കത. അപ്പോൾ പിള്ളേർ പറയുന്നത് റോഡ് എത്ര ആക്കിയാലും വെച്ച കാല് മുന്നോട്ടാണ് പറഞ്ഞിട്ട്
ഇവിടുത്തെ 4 കല്ല് കുറച്ചധികം കല്ലുണ്ട്. കല്ല് മാറ്റിയിട്ടായാലും ഇന്ത്യയിൽ തന്നെ പോകുന്നതാണ് പറയണത്. അപ്പോൾ ഇയാൾ ചോദിച്ചു നിങ്ങളുടെ വണ്ടി ഏതാണ്? അപ്പോൾ നമ്മളോട് ഹിമാലയൻ എക്സ്പ്രസ് ആണ്. പിന്നെ ഒന്നും നോക്കാനില്ല എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പോവും എന്നാണ് പറയുന്നത്. പിള്ളേർ മാറ്റുന്ന നേരം നമുക്കൊന്നും കൂടെ വ്യൂവും ഇവിടെ നടക്കുന്ന പണികളൊക്കെ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ പകുതിയോളം പോയിരിക്കുകയാണ്. അവിടെ താഴെയൊക്കെ തിരിച്ച് റോഡ് കൺസ്ട്രക്ഷനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ആ വലിയൊരു കല്ലും കൂടെ മാറ്റിയ പിന്നെ അവിടെയുണ്ട് കുറച്ച് കല്ല് പിള്ളേർ പണിയെടുക്കുന്നത് കാണാം. അവിടെ നമ്മൾ അത്യാവശ്യം നൈസാക്കി, വലിയ സീനൊന്നുമില്ല. പിള്ളേർ കഠിനമായ പണിയിലാണ്. വെരി ഹാർഡ് വർക്ക്. ഓക്കെ, ഡീൽ ഡൺ. മഴ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോകാനാണ് പറയുന്നത്. മഴയൊക്കെ വന്ന് തുടങ്ങി, ചെറുതായിട്ട് ചാറി തുടങ്ങി. മഴ വരുന്നതിന് മുമ്പ് പോകണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ലാൻഡ് സ്ലൈഡാണ് അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തിരി മാസിലൊക്കെ നിൽക്ക്. അവിടെ നിന്ന് തരാട്ടാ, മാസിൽ നിൽക്കാൻ വേണ്ടി. നമ്മുടെ പിള്ളേർ പരിപാടി തുടങ്ങാനുള്ള പരിപാടിയിലായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്. വന്നോ ജയ, വന്നോ? അടി തട്ടുണ്ട്, കാര്യമൊന്നുമില്ല. ക്രാഷ് ഗാർഡൊക്കെ കാരണമാണ്. എക്സ്പേർട്സ് കുറച്ചും കൂടെ സിമ്പിളായി പോയി. നമ്മൾ സക്സസ്ഫുള്ളി ഇത് കയറ്റി. അധികം ടാസ്ക് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ലാൻഡ് സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് പോകാനുള്ള വഴി പോകണ്ട എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുടങ്ങി ആ വഴി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു. ഇത് റെക്കമെൻഡബിൾ പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള പരിപാടിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മണ്ണിടിയാനുള്ള ചാൻസ് ഉണ്ട് അവർ പറഞ്ഞു. എല്ലാവരും നമ്മൾ വഴി കണ്ടവരൊക്കെ പറഞ്ഞു അധികം പോകാൻ പറ്റില്ല, വഴിയില്ല. പക്ഷെ നമ്മൾ വഴി കണ്ടെത്തി, നമ്മൾ പോയി. അപ്പോൾ ഞങ്ങൾ ടാസ്ക് കഴിഞ്ഞ് വന്ന് നെക്സ്റ്റ് കപ്പോളല്ലേ, കപ്പോളയ്ക്ക് പോവാണ്. അഡ്വഞ്ചർ ബൈക്ക്. യെസ്, എൻ്റെ അഡ്വഞ്ചർ ബൈക്ക് ഉള്ളതുകൊണ്ട് ഗുണം ഇവിടെ ഏതോ ഒരു അൺഎക്സ്പ്ലോർഡ് സ്പോട്ടാണ്. എനിക്കൊന്ന് അങ്ങനെ കയറി പറ്റോ? മോളിക്ക് നിർത്തണ്ട, എണീറ്റുന്നതാ ഇരുന്ന. എത്തിയിട്ടില്ല. പൂമ്പാറ്റ ഒന്ന് മുകളിലൊക്കെ പോയി വിസിറ്റൊക്കെ ചെയ്തിട്ട് വന്നാണ്. പൂമ്പാറ്റ എന്താ അവസ്ഥ? പകുതി പെട്രോളും പകുതി ടയറും. നമ്മളാരും പോരാ ഓഫ് റോഡിങ്ങിന്. ഓഫ് റോഡ് കിങ് സാൻഡി എന്ന് പറഞ്ഞിട്ടാണ് ഹെൽമെറ്റ് പോയത്. ഇപ്പൊ വരാണ്ട് പോയിട്ടുണ്ട്. അതിന് സാധാ ഹെൽമെറ്റ് ഒന്നും പോരാ, ഓഫ് റോഡിങ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ മേടിച്ചിട്ട് പോയി. കാണാം. ജയനൊരു തോൽവിയാണെന്ന് ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് 2 പിള്ളേരൊക്കെ സാൻഡിയുടെ കാണികളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. സാൻഡി അവിടെ നിന്ന് വണ്ടി തിരിച്ചു. ഒറ്റ വരവാണ് ഗൈസ്. It was at this moment that he knew. He fucked up. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഫ്ലാഷ് ബാക്ക്. എണീറ്റൊന്ന് അങ്ങനെ കയറിപ്പോക്കോ, മോളിക്ക് നിർത്തണ്ട, എണീറ്റെന്നടാ, ഇരുന്ന വഴിക്കോ. എന്റെ മോനെ, സാൻഡി പറയണത് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റില്ല, സാൻഡി ഇതിൽ കൂടെ ഇറക്കാൻ പോകണമെന്നാ പറയണേ. ഇതിൽ കൂടെ പോവില്ലെന്നാ സാൻഡി പറയുന്നത്.
ഇവിടെയാണ് സാൻഡി സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത സ്ഥലം അപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾക്ക് കണ്ടൊക്കെ കളച്ചിട്ടുണ്ട്. ഇതാ 2 ട്രാക്ക്, ഒന്നും നോക്കാനില്ല. വണ്ടി റെഡി, പോവാം അപ്പോൾ.